കേരളത്തിലെ അപ്പെക്സ് കോപ്പറേറ്റീവുകൾ വിവിധ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ക്രെഡിറ്റ് സെക്ടറിലെ കോപ്പറേറ്റീവ്സിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സെക്ടറിലെ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കൺസ്യൂമർ സെക്ടറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡയറി സെക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തി. അതിൽ ഹാൻഡ്ലൂം സെക്ടർ, കയർ കോപ്പറേറ്റീവ്സ്, ബീഡി, ഹാൻഡിക്രാഫ്റ്റ്, കാപ്പെക്സ്, കാഷ്യൂ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിനുശേഷം നമ്മൾ ഫിഷറീസ് സെക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനിയുള്ളത് SC/ST സൊസൈറ്റീസ്, SPCS അതായത് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ദെൻ റെയ്ഡ്കോ, കേരള റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ഓഫ് കേരള, റബ്കോ അതായത് കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇതേക്കുറിച്ചാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായി SC/ST സൊസൈറ്റീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. SC/ST സൊസൈറ്റിയുടെ പർപ്പസ്, അത് ഫോം ചെയ്തതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അപ്ലിഫ്റ്റ് SC/STയുടെ അപ്ലിഫ്റ്റ്മെന്റിനായിരുന്നു. അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് എന്ത് ചെയ്തത്, SC/ST കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആരംഭിച്ചത്. SC/ST സൊസൈറ്റികൾ in order to uplift the SC/ST, state government take initiative to organize SC/ST cooperative societies. In കേരളത്തിലെ SC/ST societies working under two-tier system. Two-tier സിസ്റ്റത്തിലാണ് കേരളത്തിലെ കോപ്പറേറ്റീവ്സ്, SC/ST കോപ്പറേറ്റീവ്സ്, SC/ST കോപ്പറേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്. അതിലൊന്നാമത് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പിന്നെ ഉള്ളത് കേരള കോപ്പറേറ്റീവ് SC/ST ഫെഡറേഷൻ. കേരള കോപ്പറേറ്റീവ് SC/ST ഫെഡറേഷൻ സ്റ്റേറ്റ് ലെവലിലും, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അതിൻ്റെ പ്രൈമറി ലെവലിലുമാണ് ഉള്ളത്. അതിൽ പ്രധാനമായിട്ട് അസിസ്റ്റൻസ് ബൈ വേ ഓഫ് സബ്സിഡീസ്, ഗ്രാൻഡ്, ഷെയർ ക്യാപിറ്റൽ. ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഗവൺമെന്റ് സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. NCDC അത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മറ്റ് ഏജൻസികളൊക്കെ ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ലോണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വിവിധ തരത്തിലുള്ള സബ്സിഡികളിലൂടെ, ഗ്രാൻഡിലൂടെ, ഷെയർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, SC/ST കോപ്പറേറ്റീവ്സിനെ ആര് സഹായിക്കുന്നുണ്ട്, ഗവൺമെന്റ് സഹായിക്കുന്നുണ്ട്. കേരളത്തിലെ കോപ്പറേറ്റീവ് SC/ST ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ്. ഫെഡറേഷൻ ഏകദേശം 629 മെമ്പർ സൊസൈറ്റീസ് ആണ് അതിനുള്ളത്. അത് ഫെഡറേഷൻ ഇപ്പോൾ ഏകദേശം ഷെയർ ക്യാപിറ്റൽ വർത്ത് 300 lakhs ആണ്. പിന്നെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മൈനർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് കളക്ഷൻ. കാട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഒരു ഫങ്ഷൻ ഈ SC/ST ഫെഡറേഷൻ്റെ. അതിനായി ചീവക്കായി പ്രോസസ്സിംഗ് യൂണിറ്റ്, ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് ഇവയുടെയൊക്കെ ശേഖരണത്തിന് ശേഷം അവർ പ്രോസസ്സിംഗ് ചെയ്യാനുള്ള യൂണിറ്റുകളും SC/ST കോപ്പറേറ്റീവ്സിനുണ്ട്. അതിൽ ഉദാഹരണം ചീവക്കായി പ്രോസസ്സിംഗ് യൂണിറ്റ്, ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ്സ്, ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ. അതിന് പുറമെ പെട്രോൾ, ഡീസൽ ഔട്ട്ലെറ്റും ഇവയുടേതായിട്ടുണ്ട്. SC/STയുടേതായിട്ട് തന്നെ
SC/ST അത്തരത്തിൽ തന്നെ പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് SC/ST കമ്മ്യൂണിറ്റിക്ക് എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ SC/STയുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. SC/STയുടെ ഒരു ഫെഡറേഷൻ അതിന് രൂപം കൊടുത്തു. അതാണ് SC/ST സൊസൈറ്റികൾ. SC/ST ഫെഡറേഷന്റെ പേര് കേരള കോപ്പറേറ്റീവ് SC/ST ഫെഡറേഷൻ എന്നുള്ളതാണ്. അവർ ചെയ്ത ധർമ്മം എന്ന് പറഞ്ഞാൽ മൈനർ ഫോറസ്റ്റ് പ്രൊഡക്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാട്ടിലെ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അത് പ്രോസസ് ചെയ്യാനുള്ള മാർഗങ്ങളും SC/ST കോപ്പറേറ്റീവ്സിന്റെ കൈവശമുണ്ട്. ദെൻ ഇത്രയാണ് SC/ST കോപ്പറേറ്റീവ്സിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഇനി സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതാണ് സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രത്യേകതകൾ. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് രജിസ്റ്റേർഡ് ആൻഡ് ഫങ്ഷനിങ് ഇൻ 1945 എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് കോട്ടയത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിക്കൊണ്ടാണ് ആരംഭിച്ചത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടു എലിമിനേറ്റ് ദി ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ്ഡ് ബൈ റൈറ്റേഴ്സ് ഇൻ ഗെറ്റിംഗ് ദെയർ വർക്ക്സ് പബ്ലിഷ്ഡ് ആൻഡ് ഗ്യാരണ്ടീഡ് റീസണബിൾ റോയൽറ്റീസ്. എഴുത്തുകാർക്ക്, റൈറ്റേഴ്സിന് അവർ നേരിടുന്ന ഒരു ഡിഫിക്കൽട്ടീസ് ആണ് ഗെറ്റിംഗ് ദെയർ വർക്ക്സ് പബ്ലിഷ് ചെയ്യുന്നതിൽ നേരിടുന്ന പ്രതിസന്ധി. ആ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് മാന്യമായ പ്രതിഫലം ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് മാന്യമായ പ്രതിഫലം ലഭിക്കാതെയും പബ്ലിഷ് ചെയ്യാനുള്ള മാർഗമില്ലാതെയും ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അത്തരത്തിലുള്ള ഡിഫിക്കൽറ്റീസ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊടുത്തത്. സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി മോശമില്ലാത്ത റോയൽറ്റി തന്നെ അവയുടെ മെമ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, രൂപം കൊടുത്തത്. ഗ്യാരണ്ടി ചെയ്ത് റീസണബിൾ റോയൽറ്റീസ് എന്ത് ചെയ്യുക, ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ വർക്ക് പബ്ലിഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുമുള്ള ഡിഫിക്കൽറ്റീസ് ആ ഡിഫിക്കൽറ്റീസ് ഇല്ലാതാക്കാൻ, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ സാഹിത്യ പ്രവർത്തക കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപം കൊടുത്തത്. അതിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എനി പേഴ്സൺ ഓവർ 18 years ഓഫ് ഏജ് എന്ത് ചെയ്യുക, മെമ്പർ ആവാ, ഹൂ ഈസ് ഐദർ ഹിംസെൽഫ് എ ലിറ്റററി മാൻ ഓർ ഹാസ് എനിത്തിങ് ടു ഡു with writing or published books, or one who is keenly interested in literature, who is competent to contract, shall be eligible to become a class membership. അവർക്കൊക്കെ A-class മെമ്പർഷിപ്പ് കിട്ടും. ഒരു ആള് 18 years old ആയിട്ടുള്ള അയാൾ എന്താ, ഹിംസെൽഫ് ലിറ്റററി മാൻ ആയിരിക്കുക, ഹാസ് എനിത്തിങ് ടു ഡു വിത്ത് റൈറ്റിംഗ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളായിരിക്കാം, പബ്ലിഷ്ഡ് ബുക്സ്, വൺ ഹു ഈസ് കീൻലി ഇൻട്രസ്റ്റഡ് ഇൻ ലിറ്ററേച്ചർ ആയിരിക്കാം, competent to contract, shall be eligible to become a class membership. Since 1949 SPCS എന്ത് ചെയ്തു, ഒരു നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാഷണൽ ബുക്ക് സ്റ്റാൾ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും ഓഫ് ദി സ്റ്റേറ്റ് സെല്ലിംഗ് യൂണിറ്റ്, അതിൻ്റെ ഏകദേശം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ സെല്ലിംഗ് പോയിന്റ് ഉണ്ട്. ദെൻ NBSന്റെ തന്നെ പ്രിന്റിംഗ് പ്രസ് ഉണ്ട്. പ്രിന്റിംഗ് വിങ് എന്ന് പറയുന്നത് ഇന്ത്യ പ്രസ് എന്ന പേരിലാണ് അതിൻ്റെ പ്രിന്റിംഗ് പ്രസ് അറിയപ്പെടുന്നത്. ഇത് പബ്ലിഷ് മന്ത്ലി ബുള്ളറ്റിനും കൂടി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. NBS ബുള്ളറ്റിൻ ആണ് അതിൻ്റെ പേര്, NBS ബുള്ളറ്റിൻ എന്നുള്ളതാണ്. To give book reviews, critical evaluation along the publicity. ഇത് പബ്ലിഷ് ചെയ്യുന്ന ബുക്സിന്റെ പബ്ലിസിറ്റി കൊടുക്കാനും അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ചെയ്യാനും ബുക്ക് റിവ്യൂസ് ഒക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുള്ളറ്റിനാണ് എന്ത്, NBS ബുള്ളറ്റിൻ. SBCS എന്താണ്, പബ്ലിഷറാണ് ആൻഡ് പ്രിന്ററാണ്. ഹയസ്റ്റ് റോയൽറ്റി ടു ഓതേഴ്സ് ആൻഡ് ഓതേഴ്സിന് ഹയസ്റ്റ് റോയൽറ്റി ടു ഓതർ മെമ്പേഴ്സിന് ഹയസ്റ്റ് റോയൽറ്റി കൊടുക്കുന്ന
ഒരു റോയൽറ്റി കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് SPCS. Then next, Regional Agro Industrial Development Cooperative of Kerala, RAIDCO എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റീജിയണൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇൻഡസ്ട്രിയൽ മെഷീനറീസ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് അവ ഉപകരണങ്ങൾ വിതരണം ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു സൊസൈറ്റിയാണ് റീജിയണൽ ആഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേറ്റീവ് കേരള. ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 31 August 1972 അത് കണ്ണൂരിലായിരുന്നു അന്ന് തുടക്കം ഇട്ടത്. അന്ന് ഡിസ്ട്രിക്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിലായിരുന്നു. അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു സപ്ലൈ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ടു അഗ്രികൾച്ചറിസ്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. മിതമായ നിരക്കിൽ എന്ത് ചെയ്യുക, അഗ്രികൾച്ചറിസ്റ്റിന് അഗ്രികൾച്ചർ ഉപകരണങ്ങൾ എന്ത് ചെയ്യുക, വിതരണം ചെയ്യുക എന്നുള്ളത് ഉദ്ദേശത്തോടു കൂടിയാണ് ഈ റൈഡ്കോ എന്ത് ചെയ്തത്, സ്ഥാപിക്കപ്പെടുന്നത്. റെഡ്കോ എന്നതിന് മുമ്പ് ആദ്യം ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നതായിരുന്നു എൻ്റെ പേര്. പിന്നീട് ഇറ്റ് വാസ് കൺവേർട്ടഡ് ആസ് റെഡ്കോ. പിന്നീട് എന്ത് ചെയ്തു, റെഡ്കോ എന്ന പേരിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതിന് പുറമെ എക്സ്റ്റെൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ അപ് ടു എറണാകുളം വരെ അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ത് ചെയ്തു, നീട്ടുകയും കൂടി ചെയ്തു. അപ്പോൾ ആദ്യം റെയ്ഡ്കോ എന്ന പേരിലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഡിസ്ട്രിക്ട് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ കണ്ണൂർ തുടക്കമിട്ട ഒരു സൊസൈറ്റിയാണ് പിന്നീട് എന്തായി മാറിയത്, കേരള സ്റ്റേറ്റ് ലെവലിൽ എറണാകുളം വരെ എക്സ്റ്റെൻഡ് ചെയ്ത രീതിയിൽ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് ഓഫ് കേരളയായി മാറിയത്. റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് എന്നുള്ളതിൽ റെയ്ഡ്കോ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൊസൈറ്റിയായി മാറ്റി അവയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എറണാകുളം വരെ എന്ത് ചെയ്തു, വികസിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന റെയ്ഡ്കോ. റെയ്ഡ്കോ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് സൊസൈറ്റി പറഞ്ഞു എന്താണ്, അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ആൻഡ് ടൂൾസ് എന്ത് ചെയ്യുക, വിതരണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് റിപ്പയർ ആൻഡ് സർവീസ് സെന്റേഴ്സ്. റിപ്പയർ ആൻഡ് സർവീസ്, ഈ ഉപകരണങ്ങൾക്കൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കാൻ, സർവീസ് ചെയ്ത് കൊടുക്കാനുള്ള സെന്റേഴ്സ് ആവശ്യമാണ്. അപ്പോൾ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഒന്ന് അവർക്കുള്ള ഉപകരണങ്ങളുടെ ലഭ്യത, അവർക്ക് മതിയായ സൗകര്യങ്ങളില്ലാതെ കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ആധുനിക ഉപകരണങ്ങളോ ലഭ്യമല്ലാത്തൊരവസ്ഥ. അതിനുള്ള ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് റെയ്ഡ്കോയുടെ ഒന്നാമത്തെ, ടു സപ്ലൈ അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ആൻഡ് ടൂൾസ് എന്നുള്ളത്. രണ്ടാമത്തെ ടു എസ്റ്റാബ്ലിഷ് റിപ്പയർ ആൻഡ് സർവീസ് സെന്റേഴ്സ്. ഇവയുടെ ഉപകരണങ്ങളുടെയൊക്കെ റിപ്പയർ, അതിനൊക്കെയുള്ള തകരാറ് പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള റിപ്പയർ ചെയ്യാൻ സർവീസ് സെന്ററുകളും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പുറമെ സപ്ലൈ സ്പെയർ പാർട്സ്, ഇതിനുള്ള സ്പെയർ പാർട്സ് എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യാൻ അഗ്രികൾച്ചറൽ ഇൻപുട്സ്, മറ്റ് അഗ്രികൾച്ചറൽ ഇൻപുട്സ് വിതരണം ചെയ്യാൻ എന്നുള്ളത് ഇവയുടെ ഒരു ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. പിന്നെ ഓപ്പണിംഗ് വർക്ക്ഷോപ്സ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. സ്റ്റാർട്ടിങ് ഓഫ് ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ്സുകളും തുടക്കം ഇട്ടിട്ടുണ്ട്. ഈ തുടക്കം ഇടുക എന്നുള്ളത് ഇവരുടെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ഫംഗ്ഷനാണ്, ഒബ്ജക്റ്റീവ്സ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ സൊസൈറ്റിക്കുള്ളത്. ഈ ഫങ്ഷൻസ് ആണ് അത് സൊസൈറ്റി നിർവഹിക്കുന്നത്. ഈ സൊസൈറ്റി ഡിസ്ട്രിബ്യൂട്ട് പമ്പ് സെറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത്തരം പമ്പ് സെറ്റുകളുടെ സോൾ ലീഡർഷിപ്പ്, ചില കമ്പനികളുടെ സോൾ ലീഡർഷിപ്പ് അവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. എൻഫീൽഡ് ഇന്ത്യ എന്ന കമ്പനിയുടെ സോൾ ലീഡർഷിപ്പ് ഉള്ളത് റെയ്ഡ്കോക്കാണ്. പമ്പ് സെറ്റ് ഫാക്ടറി ഉണ്ട്, സ്വന്തമായിട്ടൊരു പമ്പ് സെറ്റ് ഫാക്ടറി ഉള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് റെയ്ഡ്കോ. പിന്നെ സൊസൈറ്റി സ്റ്റാർട്ടഡ് എ ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ്, പൈനാപ്പിളിൻ്റെ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. റബ്ബർ റോളർ മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം അടുത്ത് തന്നെ കണ്ണൂരിൽ കറി പൗഡർ യൂണിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയാണ് റെയ്ഡ്കോ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. റെയ്ഡ്കോ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി രൂപം കൊടുത്തിട്ടുള്ളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൽ ഉപകരണങ്ങൾ റിപ്പയർ, സർവീസ് സെൻറ്റർ, ഉപകരണങ്ങൾക്കുള്ള സ്പെയർ പാർട്സ് എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്യുക, വർക്ക്ഷോപ്സ് ഉണ്ടാക്കുക,
അതിന് കൂടാതെ പ്രോസസ്സിങ് യൂണിറ്റ്സുകൾ ആരംഭിക്കുക, പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പമ്പ് സെറ്റ് തന്നെ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട്. പല കമ്പനികളുടെയും സോൾ ഡീലർഷിപ്പ് ഉണ്ട്. ഇതൊക്കെയാണ് റേഡ്കോയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്കുള്ളത് റബ്കോ ആണ്, കേരള സ്റ്റേറ്റ് റബ്ബർ കോഓപ്പറേറ്റീവ് ലിമിറ്റഡ്, അതായത് റബ്കോ. റബ്കോ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് ഫംഗ്ഷൻ ഇൻ 1997. 1997 റബ്കോ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ തുടക്കം തന്നെ എന്താണ്, റീഡിഫൈൻഡ് ദി വേ ഓഫ് കോഓപ്പറേറ്റീവ് സെക്ടർ ഫംഗ്ഷൻസ്, സെറ്റ് ദ പേസ് ഫോർ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള. കോഓപ്പറേറ്റീവ് മൂവ്മെന്റിൽ തന്നെ വലിയൊരു വൻ കമ്പനിയുടെ രൂപത്തിൽ വളർച്ച പ്രാപിച്ച ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അത്തരത്തിലുള്ളൊരു കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് റബ്കോയുടേത്. റബ്കോയുടെ തുടക്കം തന്നെ ഒബ്ജക്റ്റീവ് എഫക്റ്റീവ്ലി യൂട്ടിലൈസിങ് ദി അബൻഡന്റ് റബ്ബർ റിസോഴ്സ് ഓഫ് കേരള. കേരളത്തിലെ അബൻഡന്റ് ആയിട്ടുള്ള റബ്ബർ റിസോഴ്സസിനെ എങ്ങനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. ഇന്ന് ഒരു സിംഗിൾ യൂണിറ്റ് കമ്പനി എന്നുള്ള നിലക്ക് റബ്കോ എന്ത് ചെയ്തു, ഏകദേശം 250 കോടി ആസ്തിയുള്ള വലിയ കമ്പനിയായി മാറിയിട്ടുണ്ട്. വലിയൊരു കമ്പനി പോലെ ഉള്ളൊരു കമ്പനിയുടെ അത്ര വളർച്ച അതിന് പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. റബ്കോ എന്ത് ചെയ്യുന്നു, മാനുഫാക്ചർ ചെയ്യും മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പണി. മാർക്കറ്റിംഗ് ഏതൊക്കെ പ്രോഡക്റ്റുകൾ, ഫുട്വെയർ ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, മാട്രസ് ഉണ്ട്, വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, ഇത് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് റബ്കോ ചെയ്യുന്നത്. മാത്രമല്ല ടെക്നോളജിക്കൽ അലയൻസസ് വിത്ത് വേൾഡ് ലീഡേഴ്സുമായിട്ട് പല തരത്തിലുള്ള ടെക്നോളജിക്കൽ അലയൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പല ഫീൽഡിൽ ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതുവഴി പുതിയ ടെക്നോളജികൾ അവർ സ്വായത്തമാക്കുന്നുണ്ട്. മോശമില്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തു, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിങ്ങിൽ അവരെന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റബ്കോയുടെ പ്രൊഡക്റ്റുകൾ ഒരു മാർക്കറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളായിട്ട് എണ്ണപ്പെട്ട കഴിഞ്ഞതാണ്. റബ്കോയുടെ ഒരു മാനേജ്മെന്റ് ടീം തന്നെ, നല്ലൊരു പ്രൊഫഷണൽ മാനേജ്മെന്റ് ടീം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റബ്കോ ഇസ് നൗ പോയിസ്ഡ് ടു എൻ്റർ ഹൈ ഗ്രോത്ത് ഫേസ്. ഇപ്പോൾ ഒരു ഹൈ ഗ്രോത്ത് ഫേസിലാണ് ഉള്ളതെന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. പുതിയ പുതിയ ഇനീഷ്യേറ്റീവ്സ് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ടേക്ക് ചെയ്യുന്നുണ്ട്. വിത്ത് സെവറൽ ന്യൂ ഇനീഷ്യേറ്റീവ് ദാറ്റ് വിൽ ടേക്ക് ദ ഗ്രൂപ്പ് ഓൺ പാത്ത് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അതിൽ റബ്ബർ ഹോൾഡ് ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഫോർ വൈഡ് വെറൈറ്റി ഓഫ് കമേഴ്ഷ്യൽ യൂസസ് വിച്ച് ഈസ് യെറ്റ് ടു ബി ഫുള്ളി ടാപ്ഡ്. റബ്ബറിൻ്റെ തന്നെ ഉൽപ്പന്നങ്ങൾ പല മേഖലകളിലും ഇതുവരെ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, അത് പ്രയോജനപ്പെടുത്താത്ത മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ എത്തിപ്പെടുക എന്നുള്ളതാണ് ഇവയുടെ അടുത്ത പരിപാടി. അതിനായി തന്നെ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഇന്ത്യയിലെ തന്നെ, നമ്മുടെ കൺട്രിയിലെ തന്നെ 92% റബ്ബർ പ്രൊഡക്ഷനും ഇവരുടെ കീഴിലായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അത്രയുള്ള ഒരു എയിംസ്, ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇവ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ റബ്കോയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, റബ്കോ എന്ന് പറയുന്നത് ഒരു വലിയൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഏകദേശം 280 ക്രോറോളം അതിൻ്റെ ആസ്തിയുള്ള ഒരു വലിയൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് അതിനുണ്ട്. ഫുട്വെയർ, ഫർണിച്ചർ, അതായത് റബ്ബറിൽ നിന്ന് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതൊക്കെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പുറമെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ബ്രാൻഡുകൾ മാർക്കറ്റിൽ നല്ല ക്ലിക്കായ ബ്രാൻഡുകളാണ് റബ്കോയുടേത്. റബ്കോ ഇന്ന് മാർക്കറ്റിൽ ടാപ്പ് ചെയ്യപ്പെടാത്ത മേഖലകളിലേക്കൊക്കെ എത്തിപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആ ലക്ഷ്യത്തോട് റബ്ബറിൻ്റെ പ്രൊഡക്ഷനിൽ
ഇന്ത്യയിൽ തന്നെ 92% റബ്ബർ പ്രൊഡക്ഷൻ്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ഒരു ലക്ഷ്യം. അതുവഴി ഇന്ത്യയിൽ തന്നെ മികച്ചൊരു സംരംഭമായി മാറുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ റബ്കോ